ഡിയർ സ്റ്റുഡൻസ്, USS സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററായ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന എന്ന പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആകുന്നു. ഈ ചാപ്റ്ററിലെ പ്രധാന ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ഫസ്റ്റ്, year the food security bill was passed by the Indian Parliament. ഭക്ഷ്യസുരക്ഷാ ബിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏത്? ആൻസർ 2013. 2013 ഭക്ഷ്യസുരക്ഷാ ബിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. ഓക്കെ. സെക്കൻഡ്, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബോറോ ദി ഐഡിയ ഓഫ് ദി റൂൾ ഓഫ് ലോ? നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന്? ആൻസർ ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തത്. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഡസ് ദി റൂൾ ഓഫ് ലോ മീൻ? നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ എ ഡെമോക്രസി നോബഡി ഈസ് എബോവ് ദി ലോ and that all are subject to law. ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ് എന്നതാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഈസ് എ ഫെഡറൽ സിസ്റ്റം? സംയുക്ത ഭരണ വ്യവസ്ഥ എന്നാൽ എന്ത്? ആൻസർ എ ഫെഡറൽ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് പവർ ഈസ് shared between the central, state and local governments. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ടു നൽകുന്ന ഭരണരീതിയെയാണ് സംയുക്ത ഭരണവ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണരീതി സംയുക്ത ഭരണവ്യവസ്ഥ രീതിയാകുന്നു. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഈസ് എ യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്? ഏകായത്ത ഭരണ വ്യവസ്ഥ എന്നാൽ എന്ത്? ആൻസർ ഇഫ് ഓൾ ദി പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദി സെൻട്രൽ ഗവൺമെന്റ് ഇറ്റ് ഈസ് നോൺ ആസ് ദി യൂണിറ്ററി സിസ്റ്റം. എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നിലനിർത്തുകയാണെങ്കിൽ അതിനെ ഏകായത്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? നിർദ്ദേശ തത്വങ്ങൾ എന്നാൽ എന്ത്? ആൻസർ സം പ്രിൻസിപ്പിൾസ് ആർ ലേഡ് ഡൗൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഡയറക്ഷൻ ഫോർ ദി പോളിസി മേക്കേഴ്സ് ആൻഡ് റൂളേഴ്സ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. ദേ ആർ നോൺ ആസ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെയാണ് നിർദ്ദേശ തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ നമുക്ക് സമീപിക്കാനാകില്ല. ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പിലാക്കപ്പെടുന്നത്. നെക്സ്റ്റ് ടാസ്ക്, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബോറോ ദി കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന്? ആൻസർ അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത്. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് കൺട്രി ഹാസ് ദി ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. നെക്സ്റ്റ്, വാട്ട് ആർ ദി മേജർ കൺട്രീസ് ഇൻ ദി വേൾഡ് വെയർ ബോത്ത് റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എക്സിസ്റ്റ്? ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയുള്ളതും എഴുതപ്പെടാത്ത ഭരണഘടനയും നിലനിൽക്കുന്ന പ്രധാന രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഫസ്റ്റ് ഇന്ത്യ, USA, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രസീൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് എഴുതപ്പെട്ട ഭരണഘടന നിലനിൽക്കുന്ന പ്രധാന രാജ്യങ്ങൾ.
അതുപോലെ ബ്രിട്ടൻ, ഇസ്രായേൽ ആൻഡ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ എഴുതപ്പെടാത്ത ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി ജുഡീഷ്യറി? നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതലകൾ ഏതെല്ലാം? ആൻസർ: ദി മെയിൻ ഡ്യൂട്ടി ഓഫ് ദി ജുഡീഷ്യറി ഈസ് ടു ലീഗലി പ്രൊട്ടക്ട് ദി പീപ്പിൾ ആൻഡ് ടു പണിഷ് ദി ഗിൽറ്റി. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഈസ് ദി ഹയസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ആൻസർ: സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഹയസ്റ്റ് കോർട്ട് ഇൻ ദി സ്റ്റേറ്റ്സ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ആൻസർ: ഹൈക്കോർട്ട്. ഹൈക്കോടതിയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദി ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് സിവിൽ കേസസ്? സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? ആൻസർ: മുൻസിഫ് കോർട്ട്. മുൻസിഫ് കോടതി. മുൻസിഫ് കോടതികളാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദി ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് ക്രിമിനൽ കേസസ്? ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി ഏതാണ്? ആൻസർ: മജിസ്ട്രേറ്റ് കോർട്ട്. മജിസ്ട്രേറ്റ് കോടതികളാണ് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി. നെക്സ്റ്റ്, ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെന്റൽ റൈറ്റ് by an amendment to the constitution introduced in parliament each year. ഏത് വർഷം പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയത്? ആൻസർ: പാർലമെന്റ് ഇൻ 2002. 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായത്. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്ത്? ആൻസർ: അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് മെയ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. ഇതിനെ ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ടാസ്ക്, who has the power to amend the constitution? ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്ക്? ആൻസർ: പാർലമെന്റ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. നെക്സ്റ്റ് ടാസ്ക്, how many constitutional amendments have made property a non-fundamental right? സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ: 44th അമെൻമെൻറ്റ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. നെക്സ്റ്റ് ടാസ്ക്, from which country did the Constitution of India borrow the idea of amending the Constitution? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ആൻസർ: സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത്. And the last question, which of the following basic idea is not included in the preamble of the Constitution of India? താഴെ നൽകിയവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മുൻ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓപ്ഷൻ എ
സോഷ്യലിസം, ബി ഫെഡറലിസം, സി സെക്യുലറിസം ആൻഡ് ലാസ്റ്റ് ഡെമോക്രസി. ആൻസർ ഫെഡറലിസം. ബാക്കി സോഷ്യലിസവും സെക്യുലറിസവും ഡെമോക്രസിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടതാകുന്നു. ഓക്കെ, താങ്ക് യു.